കുടംപുളി ഉണക്കാൻ ഇട്ടേക്കുവാണ്. ഇപ്പം 4ാമത്തെ തവണയാണ് നമ്മളിത് ഉണക്കാൻ ഇട്ടേക്കുന്നത്. ആദ്യം നമ്മൾ വാർക്കയിലായിരുന്നു ഇട്ടത്. മിനിഞ്ഞാന്ന് മഴ കാരണം നനഞ്ഞു പോയി ഗൈസ്. പുളി നമ്മൾ വാരിയില്ല. അപ്പം അത് കാരണം നമ്മൾ വീണ്ടും പുളിക്കകത്തൊക്കെ നല്ല വെള്ളമാണ് ഗൈസ്. വെയിലത്തിട്ടേക്കും. അത് നന്നായിട്ട് ഉണങ്ങി കറുത്ത് വരണം. ഇപ്പം ചെറിയൊരു ഉണക്കായേ ഉള്ളൂ ഗൈസ്. പക്ഷേ ഉപ്പുമാങ്ങയുടെ ആ ഒരു മണമാണ് ഗൈസ്. ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മാങ്ങ ഉണക്കാൻ വെക്കൂല ഗൈസ്. അപ്പോൾ ആ ഒരു മണമാണ് ഈ കുടംപുളിക്ക്. ഇത് നമ്മൾ മീൻ കറിക്കകത്തുള്ളത് കുടംപുളിയാണ്. 1 കിലോയ്ക്ക് ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപ കിട്ടും ഗൈസ്. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. വെയിൽ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ. അതിക്ക് മുമ്പ് ഞാൻ ഉണക്കാനിട്ടു ഗൈസ്. ചെറിയൊരു വെയിലേ ഉള്ളൂ ഇപ്പം. ചെയ്യുമ്പോൾ നല്ലൊരു വെയിലാണ്. മിക്കവാറും നമുക്കൊരു 2 ദിവസത്തെ ഉണക്ക് കഴിയുമ്പോഴത്തേക്കും പുളി നമുക്ക് നന്നായിട്ട് വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും ഗൈസ്. ശരിക്കും ആ ഉണക്ക് വന്നില്ല. ഇത് കണ്ടോ, നല്ലൊരു മഴ നനഞ്ഞുണ്ടോ ഗൈസ്. ഒരു ദിവസം ഫുള്ള് മഴ നനഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിത് പുളി ഉണങ്ങി കിട്ടിയേനെ. പുളിക്കകത്തൊക്കെ ഭയങ്കര വെള്ളമാണ് ഗൈസ്. ഇടയ്ക്ക് നമ്മൾ വെയിൽ വരുമ്പോഴത്തേക്കും പായൽ നന്നായിട്ട് വിരിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നന്നായിട്ട്. അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഗൈസ്.